ഇന്നൊരു പ്രോൺസ് റെസിപ്പി ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം അത് നല്ല വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റായാൽ ഒരു 10 മിനിറ്റ് തിളപ്പിക്കാൻ വെക്കുക. അപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ട്. ഇനി ബിഹൈൻഡ് ദ സീനാണ്. ഇതിൽ കുറേ പണിയൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ദോശയും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.